നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കരിപ്പൂരിന് വീണ്ടും തിരിച്ചടിയാകുകയാണ്. 7 വർഷം നീണ്ട സർവീസ് ഗൾഫ് എയർ അവസാനിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എയർ ഇന്ത്യ തുടങ്ങി വെച്ചിട്ടുള്ള സർവീസ് പിൻവലിക്കൽ നടപടി കരിപ്പൂർ വിമാനത്തെ വലിയ കഷ്ടതയിലെത്തിക്കുകയാണ്. ഇതിപ്പോൾ 3ാമത്തെ കമ്പനിയാണ് ഇത്തരത്തിൽ സർവീസ് നിർത്തുന്നു എന്ന് അറിയിച്ചിരിക്കുന്നത്. സർവീസ് പുനഃക്രമീകരണത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട് സർവീസ് പിൻവലിക്കുന്നത് എന്നതാണ് ഗൾഫ് എയർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന സർവീസ് നിർത്തലാക്കാനുള്ള തീരുമാനം യാത്രക്കാർക്ക് ഇരുട്ടടിയായി മാറുന്നുണ്ട്. മറ്റു സർവീസുകളുടെ അപേക്ഷിച്ച കുറഞ്ഞ ടിക്കറ്റ് നിരക്കും ഭക്ഷണവും കൃത്യതയുള്ള സർവീസും ഇവരുടെ പ്രത്യേകതയായിരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് നിർത്തുന്നത് യാത്രക്കാർക്ക് വലിയ ദുഃഖം നൽകുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും ഗൾഫ് എയറിന്റെ ഈ തീരുമാനം കരിപ്പൂരിനും അതുപോലെ തന്നെ കരിപ്പൂരിനെ ആശ്രയിക്കുന്ന യാത്രക്കാർക്കും ഏറെ നിരാശ നൽകുന്ന ഒന്ന് തന്നെയാണ് എന്ന അഭിപ്രായം ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. ഒരു വിദേശ വിമാന കമ്പനി കൂടെ കരിപ്പൂർ വിടാൻ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കോഴിക്കോട് നിന്ന് ബഹ്റൈൻ, ദോഹ മേഖലകളിൽ സർവീസ് നടത്തിയിരുന്ന ഗൾഫ് എയറാണ് സർവീസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ 31-ന് പുലർച്ചെ 5-നുള്ള വിമാനത്തോടെ 7 വർഷം നീണ്ട ഗൾഫ് എയർ സർവീസ് അവസാനിപ്പിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 2018-ലാണ് ഗൾഫ് എയർ കോഴിക്കോട്, ബഹ്റൈൻ, ദോഹ സർവീസ് ആരംഭിക്കുന്നത്. ദുബായ്, അബുദാബി, ജിദ്ദ മേഖലകളിലേക്കും യൂറോപ്പിലേക്കും കണക്ഷൻ സർവീസുമായിട്ടാണ് ഈ കമ്പനി പ്രവർത്തിച്ചു വന്നിരുന്നത്. തിങ്കൾ, ബുധൻ, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിരുന്നു ഇവയുടെ സർവീസ് ഉണ്ടായിരുന്നത്. 159 യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന വിമാനത്തിൽ ദിവസവും നിറയെ യാത്രക്കാരുണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. നേരത്തെ എയർ ഇന്ത്യ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ഷാർജ, ദുബായ്, ജിദ്ദ, റിയാദ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ നിർത്തലാക്കിയിരുന്നു. 3 മാസം മുൻപ് സൗദി എയറും ഇതേ നടപടി കോഴിക്കോട് സർവീസിൽ നിന്ന് പിന്മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. വേനൽക്കാല ഷെഡ്യൂളിൽ എയർ ഇന്ത്യ ദോഹ, ബഹ്റൈൻ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തതെന്ന് അറിയിച്ചിരുന്നു. മേഖലയിൽ സർവീസ് നടത്തുന്ന ഇൻഡിഗോ ആവട്ടെ സർവീസുകൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നത് ഇപ്പോൾ യാത്രക്കാർക്കും വിമാനത്താവളത്തിനും ഒരേപോലെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ദോഹ, ബഹ്റൈൻ മേഖലകളിൽ നിരക്ക് വർധനയ്ക്കും തിരക്ക് കൂട്ടാനും ഈ ഗൾഫ് എയറിന്റെ തീരുമാനം വഴിവെച്ചേക്കുമെന്നാണ് ഇപ്പോൾ അഭിപ്രായങ്ങൾ ഉയരുന്നത്. ഈ ഒരു വാർത്ത കൂടെ പുറത്തു വന്നതോടുകൂടെ ഗൾഫ് എയറിന്റെ പിന്മാറ്റത്തിൽ കോഴിക്കോട് വിമാനത്താവളത്തിനെതിരെ ഏതോ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയവും ചിലർ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. മികച്ച സേവനം നൽകുന്ന ഗൾഫ് എയർ മടക്കി കൊണ്ടുവരാൻ സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ ശ്രമം അത്യാവശ്യമാണെന്നാണ് ഇതിനിടയിലുണ്ടായിട്ടുള്ള ഇത്തരം നടപടികൾക്ക് പിന്നിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സംശയം ഉന്നയിക്കുന്ന ആളുകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. വിമാനത്താവള ഉപദേശക സമിതി അംഗമായിട്ടുള്ള AK നസീർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് താവളത്തെ നശിപ്പിക്കാൻ ഏതോ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇന്ത്യയിൽ തന്നെ യാത്രക്കാരുടെ എണ്ണത്തിൽ 8ാം സ്ഥാനത്ത് നിൽക്കുന്ന കരിപ്പൂർ വിമാനത്താവളത്തെ തകർക്കുക എന്നതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. ഇത്തരമൊരു സ്ഥലത്തെ സർവീസുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കരിപ്പൂരിലെ ഹജ്ജ് തീർത്ഥാടകരുടെ എണ്ണം കുറയ്ക്കാനും ഇത് കാരണമാകുന്നുണ്ട് എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് തീർത്ഥാടകരെ ചൂഷണം ചെയ്യുന്ന വിധമാണ് എന്നുള്ള അഭിപ്രായമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചിലർ പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ പകുതിയായി ഇത്തവണ കരിപ്പൂരിലെ ഹജ്ജ് തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞിരുന്നു എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അടുത്ത 2 വർഷം കൂടി ഇങ്ങനെയൊരു നടപടി ആവർത്തിക്കുകയാണെങ്കിൽ കരിപ്പൂരിൽ നിന്ന് ഹജ്ജിന് പോകാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. കരിപ്പൂരിലെ ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രം ഒഴിവാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലായി പ്രവർത്തിക്കുന്ന ലോബി എന്ന സംശയമുണ്ട് എന്ന് ഇതുകൊണ്ട് തന്നെ ചിലരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം വിമാനത്താവളത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നതെന്ന സംശയവും മറ്റൊരു ഭാഗത്ത് നിന്ന് ഉയർന്നു കേൾക്കുന്നു. അധികൃതർ കരിപ്പൂർ വിമാനത്താവളത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പരിമിതികൾ യുക്തിക്ക് നിരക്കാത്തവയായിട്ടാണ് എന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. ടേബിൾ ടോപ്പ് വിമാനത്താവളം എന്ന ചൂണ്ടിക്കാട്ടുമ്പോഴും 2001 മുതൽ 2015 വരെ റൺവേ റീകാർപെന്റിംഗിന് നിർത്തിവെക്കുന്നതുവരെ സുഗമമായി വലിയ വിമാന സർവീസുകൾ നടത്തിയിട്ടുള്ള സ്ഥലമാണ് ഇതെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുകയാണ്. 2020-ലെ വിമാന ദുരന്തം പൈലറ്റിന്റെ അശ്രദ്ധ മൂലമാണ് എന്നത് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ വ്യക്തമായിട്ട് പുറത്തു വന്നിരുന്നു. വിമാനത്താവളത്തിന്റെ കുറ്റങ്ങളോ കുറവുകളോ
കൊണ്ടല്ല അത്തരമൊരു അപകടമുണ്ടായത്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് പരിമിതികളുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നത് എന്നും ഇത് വിമാനത്താവളത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് എന്നുമാണ് ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നത്. സ്വകാര്യ പങ്കാളിത്തമുള്ള കേരളത്തിലെ മറ്റു വിമാനത്താവളങ്ങൾക്ക് വളരാൻ അവസരം ഒരുക്കാൻ വേണ്ടിയിട്ടാകണം കരിപ്പൂർ വിമാനത്താവളത്തെ തകർക്കാൻ ഇത്തരത്തിലുള്ള ലോബി പ്രവർത്തിക്കുന്നത് എന്നും ഈ വിഭാഗം തന്നെ പറയുന്നുണ്ട്. റസാ വികസനത്തിനു വേണ്ടിയിട്ടുള്ള 12.54 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് നൽകിയിട്ടുണ്ട് എങ്കിലും ഇതിന്റെ പ്രവർത്തികൾ ഇപ്പോഴും ഇഴയുന്നതിന്റെ സംശയവും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. 2024 ഫെബ്രുവരിയിൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പണി ആരംഭിച്ച് 1 വർഷം പൂർത്തിയായിട്ടും 10% പോലും പ്രവർത്തികൾ ഇവിടെ പുരോഗമിച്ചിട്ടില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഉണർന്നു പ്രവർത്തിച്ച് കോഴിക്കോട് വിമാനത്താവളത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ ഉതകുന്ന നടപടിയെടുക്കണമെന്നാണ് ഇത്തരം സംശയങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. കേന്ദ്ര സർക്കാർ നയം തിരുത്തുന്നതിനോ വിമാന കമ്പനിയുമായി സംസാരിച്ച് നിരക്ക് കുറയ്ക്കുന്നതിനോ തയ്യാറാകുന്നില്ല. ആ ഒരു നടപടിയും ഉടൻ തന്നെ ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. സംസ്ഥാന സർക്കാർ ആത്മാർത്ഥമായി ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല, ഈ അവസരം മുതലെടുത്ത് കണ്ണൂർ വിമാനത്താവളത്തെ എങ്ങനെ വളർത്താമെന്നാണ് പലരും ശ്രമിക്കുന്നത് എന്നതും ഈ കൂട്ടർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും കരിപ്പൂരിന് ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായി മാറുകയാണ്. മൂന്നാമത്തെ കമ്പനിയാണ് ഇപ്പോൾ കരിപ്പൂരിൽ നിന്നുള്ള വിമാന സർവീസ് നിർത്താൻ പോകുന്നു എന്ന് അറിയിച്ചിട്ടുള്ളത്. ഇത് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ടിക്കറ്റ് നിരക്ക് കൂട്ടാനും കാരണമായി മാറുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്.